ആ ചോദ്യങ്ങൾ ശരാശരിയുടെ ഭാഗത്തുള്ള ചോദ്യങ്ങളൊന്ന് ചെയ്തു നോക്കാം. അതിൽ ഒരെണ്ണം പറയാതെ പോയിട്ടുണ്ടായിരുന്നു, ഒരു മോഡൽ ക്വസ്റ്റ്യൻ പറയാതെ പോയിട്ടുണ്ടായിരുന്നു. അതാണ് ഇവിടെ ആദ്യമായിട്ട് ഒന്നൊന്ന് കൊടുത്തിരിക്കുന്നത്. അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോണം. തുടർച്ചയായ 5 എണ്ണൽ സംഖ്യകളുടെ തുക 150 എങ്കിൽ ആദ്യത്തെ സംഖ്യ ഏത്? ഇതും ഈ ശരാശരിയിൽ നിന്ന് ചോദിക്കുന്ന ഒരു ടൈപ്പ് ചോദ്യമാണ്. കാരണം നമുക്കറിയാം ശരാശരി എന്ന് പറയുമ്പോൾ നമ്മളെന്താണ് ആകെ തുക ബൈ എണ്ണമാണ് കാണുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് തുക തന്നിട്ടുണ്ട്. എളുപ്പത്തിൽ നമ്മൾ ശരാശരി കണ്ടുപിടിക്കാൻ പഠിച്ചിട്ടുണ്ട്. എന്താണ് നടുക്ക് നിൽക്കുന്നത് എന്താണോ അതാണ് ശരാശരി. ഇവിടെ പറഞ്ഞേക്കുന്നത് എന്താണ് തുടർച്ചയായിട്ടുള്ള 5 എണ്ണൽ സംഖ്യ എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പം ആകെ തുക 150 പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ശരാശരി കണ്ടുപിടിക്കാൻ നമുക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഒരു ബുദ്ധിമുട്ടുമില്ല. എന്താണ് ആകെ തുക കാണാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ശരാശരി ബൈ എണ്ണം അല്ലേ നമ്മൾ സാധാരണ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെയാണ് ശരാശരീനെ എണ്ണം കൊണ്ട് ഗുണിക്കുന്നു. ഇവിടെ നമ്മളെന്താണ് ആകെ തുക നമുക്ക് തന്നേക്കുന്നത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ശരാശരി കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ശരാശരി സമം 150 ബൈ എത്രയാണ്? 5. അത് നമുക്ക് 30 കിട്ടും. നമ്മളോട് പറഞ്ഞിട്ടുണ്ട് എന്താണ് തുടർച്ചയായിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ബന്ധമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നടുക്ക് നിൽക്കുന്നതായിരിക്കും എന്ത്? ശരാശരി. അപ്പം ഇവിടെ 5 സംഖ്യകളാണുള്ളത്. അതിൻ്റെ നടുക്ക് നിൽക്കുന്നത് 30. അപ്പോൾ അപ്പുറത്തും 2 ഇപ്പുറത്തും 2 31 32. ഇങ്ങോട്ടേക്കാണെങ്കിൽ 29 28. ഇത്രയും പരിപാടിയേ ഉള്ളൂ. ഇതിൻ്റെ ഏറ്റവും ആദ്യത്തെ സംഖ്യ ചോദിച്ചാൽ 28, അല്ലെങ്കിൽ ചെറിയ സംഖ്യ ചോദിച്ചാൽ 28, അവസാനത്തെ സംഖ്യ ചോദിച്ചാൽ 32, അല്ലെങ്കിൽ വലിയ സംഖ്യ ചോദിച്ചാൽ 32. ഇത് നിങ്ങളൊന്ന് ഓർത്ത് വെച്ചോണം കേട്ടോ. ഉറപ്പായിട്ടും ഒരു ചോദ്യം പ്രതീക്ഷിക്കാവുന്നതാണ്. പിന്നെ നമ്മളുടെ ചോദ്യമായിരുന്നു 5 വിദ്യാർത്ഥികളുടെ മാർക്കുകൾ 45, 55, 60, 50, 40 എന്നിങ്ങനെയാണ്. അവരുടെ ശരാശരി മാർക്ക് എത്ര? ഇത് നമുക്കറിയാമല്ലേ. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും ഒരു ബന്ധമുണ്ടോ എന്ന് നോക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബന്ധമുണ്ട് 5 ഇരട്ടിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യമേ അത് ആരോഹണ ക്രമത്തിലോ അവരോഹണ ക്രമത്തിലോ എഴുതുക. 40, 45, 50, 55, 60 അങ്ങനെ 5 തന്നേക്കുന്നത്. ഇനി ഇതിൻ്റെ നടുക്ക് നിൽക്കുന്നത് എന്താണോ അതാണ് ശരാശരി. അപ്പോൾ എന്താണ് 50 ഇതിലെ ശരാശരി എന്ന് പറയുന്നത്. അടുത്ത ഒരു ക്ലാസ്സിൽ 6 കുട്ടികളുടെ വയസ്സ് 11, 12, 11, 13, 12, 10 എന്നിങ്ങനെയാണ് കുട്ടികളുടെ ശരാശരി വയസ്സ്. ഇവിടെ നമുക്ക് 2 ഇരട്ടിച്ച് വന്നിട്ടുണ്ട്. 12, 12 2 ഇരട്ടിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? നമുക്കങ്ങനെ ആരോഹണ ക്രമത്തിലോ അവരോഹണ ക്രമത്തിലോ എഴുതാൻ പറ്റില്ല. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ശരാശരി കാണാനായിട്ട് സമവാക്യം തന്നെ ഉപയോഗിക്കണം അല്ലേ. ശരാശരി സമം ആകെ തുക ബൈ എണ്ണം. തുക കണ്ടുപിടിക്കാനായിട്ട് 10, 10, 20, 10, 30, 10, 40, 10, 50, 10, 60, 62, 63, 66, 68. 68 ബൈ എത്ര എണ്ണമാണ്? 6. 68നെ 6 കൊണ്ട് ഹരിക്കണം. 1 6. ശിഷ്ടം 0. 8 താഴേക്ക് ഇറക്കി എഴുതി. 6 8ൻ്റെ അകത്ത് ഒരു പ്രാവശ്യമേ ഉള്ളൂ. അത് 6 ഇറക്കി എഴുതി. 2 വീണ്ടും നമുക്കൊരു പോയിൻ്റ് കൊടുക്കാം, 0 കൊടുക്കാം. 6ൻ്റെ അകത്ത് 3 6 18. 11.3 11.3 അതിൻ്റെ ഉത്തരം. ഇത് നമ്മൾ ഈ ക്വസ്റ്റ്യൻ ഇട്ടപ്പം 2 ആവർത്തിച്ച് വന്നതാണ്. പക്ഷെ അത് കുഴപ്പമില്ല, നമുക്കത് അങ്ങനെ ചെയ്ത് പഠിക്കാം. ഇനി നേരെ മറിച്ചിട്ട് ഇവിടെ ഈ 12ന് പകരം ഇത് 14 ആയിരുന്നെങ്കിലോ, 14 ഇത് 15 ആയിരുന്നെങ്കിലോ അത് നമുക്കൊരു ബന്ധം കണ്ടെത്താമായിരുന്നല്ലേ. 10 11 12 13 14 15 അങ്ങനെ നമുക്കൊരു ബന്ധം കണ്ടെത്താമായിരുന്നു. അപ്പോൾ നമ്മളത് ആരോഹണ ക്രമത്തിൽ എഴുതിയാൽ 10 11 12 13 14 15 ഇങ്ങനെ നമുക്കത് എഴുതാമായിരുന്നു. അപ്പം മൊത്തം എത്ര എണ്ണമാണ്? 6. അതിന് 6 ഇങ്ങോട്ടും മാറ്റിയാൽ 12.5 ഇതിൻ്റെ ഉത്തരമായിട്ട് വന്നേനെ. പക്ഷേ ഇവിടെ നമുക്ക് അങ്ങനെ ഒരു ആവർത്തിച്ച് വരാത്തത് കൊണ്ട് ഉത്തരം 11.3. അതുപോലെ തന്നെയാണ് ഒരു ക്രിക്കറ്റ് കളിക്കാരന് 4 മത്സരങ്ങളിൽ 35 45 50 70 എന്നിങ്ങനെ റൺസ് നേടി അയാളുടെ ശരാശരി റൺസ്. ഇതും അതേ ആവർത്തിച്ച് വന്നിട്ടുള്ളതുകൊണ്ട് ബന്ധമില്ലാത്തത് കൊണ്ട് നമ്മൾ കണക്ക് കൂട്ടി ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇത് നമ്മൾ അക്കങ്ങൾ തമ്മിൽ കൂട്ടുക. എന്താണ് 45 70 30 100 105 105 5 110 110 4 150 200 ആകെ വരുന്നത് എത്രയാണ്? 200. എത്രയാണ്? 4 മത്സരങ്ങളാണ്. അപ്പോൾ എന്താണ് 50 ഇതിൻ്റെ ശരാശരി എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് നമുക്ക് നോക്കാം. ഒരു കുടുംബത്തിൻ്റെ 5 അംഗങ്ങളുടെ മാസവരുമാനം 15,000 18,000 20,000 17,000 16,000 എന്നിങ്ങനെയാണ്. ഇവിടെ നമുക്ക് ബന്ധമൊന്നുമില്ല.
അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? തുക എടുത്ത് തന്നെ കൂട്ടണം. 15,000, 18,000, 20,000, 17,000, 16,000 കൂടെ കൂട്ടണം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 86,000 ആണ്. 86,000 നമ്മൾ എന്ത് ചെയ്യണം? 86,000 ഭാഗം എത്രയാണ്? ഒരു കുടുംബത്തിലെ 5 അംഗങ്ങളാണ് അല്ലേ? ആകെ തുക ബൈ എണ്ണമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിൻ്റെ ഉത്തരം 17,200 എന്ന് കിട്ടും. ഓക്കെ.